ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും വൃത്തിയില്ലാത്ത ആൾ രേണു സുധിയാണെന്ന് അനുമോൾ ഒരു മോർണിംഗ് ടാസ്കിൽ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ രേണു ചേച്ചി അങ്ങനെ കുളിക്കാറുമില്ല, അങ്ങനെ മുടിയൊന്നും കഴുകുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ അനുമോൾ തുറന്നങ്ങ് പറഞ്ഞു. മോർണിംഗ് ടാസ്കിലാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. മോർണിംഗ് ടാസ്ക് എന്ന് വെച്ചാൽ വീട്ടിലെ ഒട്ടും വൃത്തിയില്ലാത്ത ഒരാളുടെ പേരും വീട്ടിലെ ഏറ്റവും വൃത്തിയുള്ള ഒരാളുടെ പേരും പറയാനാണ് മോർണിംഗ് ടാസ്ക്. അപ്പോൾ അനുമോളുടെ ചാൻസ് വന്നപ്പോൾ അനുമോൾ രേണു സുധിയെയാണ് പറഞ്ഞത്. അതിനൊരു കാരണവും പറയുന്നുണ്ട്. രാത്രി എൻ്റെ ബെഡിൻ്റെ തൊട്ടടുത്താണ് രേണു സുധിയൊക്കെ കിടക്കുന്നത്. പക്ഷേ ഇവരിടയ്ക്ക് എൻ്റെ ബെഡിൽ വന്നിരിക്കും. അപ്പം എൻ്റെ ബെഡിൽ ഇവരുടെയൊക്കെ മുടി വന്ന് ചാടി കിടക്കുന്നത് എനിക്ക് കറക്റ്റ് കണ്ടാൽ അറിയാം. ഇവിടെ ഹെയർ എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്ന 2 പേരേ ഉള്ളൂ, ഒന്ന് രേണുവും ഒന്ന് ജിസേലും. അപ്പോൾ ഇവർ 2 പേരുടെ ആരുടെയെങ്കിലും ആയിരിക്കും. എനിക്ക് തോന്നുന്നു രേണു ചേച്ചിയുടെ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് നടക്കണം. ഇവിടെ രേണു അങ്ങനെ കുളിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. തലയൊന്നും കഴുകാറൊന്നുമില്ല. മേല് കഴുകുന്നുണ്ടായിരിക്കും, പക്ഷേ തലയൊന്നും കഴുകാറില്ല, കുളിക്കാറില്ല എന്ന് അനുമോൾ തുറന്നങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജിസേലിൻ്റെ പേരും പറയുന്നുണ്ട്. ബിഗ് ബോസ് ഒരാളുടെ പേര് പറയാനാണ് പറഞ്ഞത്, പക്ഷേ ജിസേലിനും ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട്. അൺഹൈജീനിക് ആയിട്ട് തോന്നിയിട്ടുള്ളത് ജിസേലും കൂടെ ഉണ്ട് എന്ന് അനുമോൾ പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും എതിർക്കുന്നുണ്ട്. ഒരാളുടെ പേര് പറയാനാണ് പറഞ്ഞത്, നീ നേരെ ചൊവ്വേ ടാസ്ക് ചെയ്യുന്നൊക്കെ പറയുന്നു. പക്ഷേ അനുമോൾ അത് നോക്കുന്നില്ല, ജിസേലിൻ്റെ പേരും കൂടെ അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അനുമോൾ ടാസ്ക് നേരെ ചൊവ്വേ ചെയ്യുക എന്ന്. അപ്പം അനുമോൾ ആദ്യം പറഞ്ഞ പേര് തന്നെ ഉറച്ചു വെക്കുന്നു, രേണു സുധി എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത് ഹൈജീനിക് ആയിട്ട് തോന്നിയത് ബിന്നിയുടെ പേരും പറയുന്നു. ബിന്നിയുടെ പേരാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഹൈജീനിക് ആയിട്ടുള്ള പേഴ്സണിൻ്റെ പേര് പറഞ്ഞത്, ബിന്നിയും അതുപോലെ തന്നെ അനീഷും. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.